കേരളത്തിൽ ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിനെതിരെ രൂക്ഷ വിമർശനം മന്ത്രാലയം ഉന്നയിച്ചത്. വേതന വർധനയ്ക്കും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാനായി ഏകദേശം 26,000 ആശാവർക്കർമാർ കേരളത്തിൽ സമരത്തിലാണ്. എന്നാൽ ആശാവർക്കർമാരുടെ ഈ സമരത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ പോര് നടന്നു. കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന വേതനം എന്ന വാദം കള്ളമാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ 23 ദിവസക്കാലമായി ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരമിരിക്കുകയാണ് സാർ. കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് സാർ അവിടെ സമരമിരിക്കുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ 7,000 രൂപ മാത്രമാണ് സാർ. ആ 7,000 രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരമിരിക്കേണ്ടി വന്നത്. 700 രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും 232 രൂപയാണ്. ആ 232 രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത്. അവർക്ക് പ്രതിദിനം 700 രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ ആവശ്യപ്പെടുമ്പോ എന്തിനാണ് സാർ ഇവരിങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? അവർക്ക് 700 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ? LDFന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. ആ 700 രൂപ ഇവർ നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് സാർ അവരെ വിളിച്ചത്? നിങ്ങൾ അവരെ കൃമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കിൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? അവർക്കിപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ. മിനിമം കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന്. അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് 2014 ആണ്ട് ഡിസംബർ 8-ന് ഇന്ന് ഈ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന CITUവിന്റെ സെക്രട്ടറി ശ്രീ എളമരം കരീം ഇതേ നിയമസഭയിൽ 10,000 രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഈ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് സാർ? 2024 ആണ്ട് ഫെബ്രുവരി മാസം 29-ാം തീയതി ഹരിയാനയിലെ CITUക്കാർ ആശാവർക്കർമാരുടെ ശമ്പളം 26,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്തിനാണ് സർ സമരം ചെയ്തത്? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച രാഹുൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരെ മൈൻഡ് ചെയ്തില്ലെന്നും ആരോപിച്ചു. എന്നാൽ SUCIയുടെ നാവായി യൂത്ത് കോൺഗ്രസ് നേതാവായ MLA മാറിയെന്ന് മന്ത്രി വീണ ജോർജ് തിരിച്ചടിച്ചു. കോവിഡ് സമയത്ത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ആശാമാർ 23 ദിവസങ്ങളായി വെയിലത്തും മഴയത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് രാഹുൽ നോട്ടീസ് നൽകി പറഞ്ഞു. 7,000 രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലും 3 മാസം മുടങ്ങിയപ്പോഴാണ് സമരം. 700 രൂപ ദിവസവേതനമുള്ള സംസ്ഥാനത്ത് ആശമാർക്ക് കിട്ടുന്നത് വെറും 232 രൂപ മാത്രം. അവർക്ക് 700 രൂപ പ്രതിഫലം നൽകുമെന്ന് LDFന്റെ 2024 പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. എന്നാൽ ഇവർ നൽകിയ ആ വാഗ്ദാനത്തിന് വേണ്ടിയാണ് ആ സാധു മനുഷ്യർ ഇപ്പോൾ സമരമിരിക്കേണ്ടി വരുന്നത്. കൃമികീടമെന്നും ഈർക്കിൽ പാർട്ടി എന്നും ബക്കറ്റ് പിരിവുകാരെന്നും വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് ഇവർക്ക് ബക്കറ്റ് പിരിവ് അയിത്തമായത്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ എന്തിനാണ് ഹരിയാനയിലെയും ബംഗാളിലെയും CITUക്കാർ ആശമാരുടെ ശമ്പളം 26,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം ചെയ്തത്? ആരോഗ്യമന്ത്രി ഇത്രയും ദിവസങ്ങളായിട്ടും ആ വനിതകളോടൊന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഇവിടെ സംഭവിച്ചത് അവർ മന്ത്രിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വരേണ്ടതില്ല, ഓഫീസ് സമയത്ത് വന്നാൽ മതി എന്ന് ആവശ്യപ്പെട്ടു. ഈ മന്ത്രിയും ഞാനും സ്പീക്കറും ഒക്കെ വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ? നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഓഫീസ് സമയത്താണോ വോട്ട് ചോദിക്കാൻ പോകുന്നതെന്നും വിമർശന സ്വരത്തിൽ രാഹുൽ തിരിച്ചടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ? നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചു വെളുപ്പാൻകാലത്ത് പോകാം, പാതിരാത്രിയിൽ പോകാം. പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ
ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് ഈഗോയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി. സന്തോഷം, നിക്ഷേപകരെ കാണൂ. ഞങ്ങൾ 2003 ജിമ്മ് നടത്തിയപ്പോ, ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ 2025 ആണ്ടിൽ പേര് മാറ്റിയത് നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ. ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് ഓന്തുപോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുന്നിൽ. ആശാവർക്കർമാരുടെ ശമ്പളം 21,000 രൂപയാക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ മന്ത്രി പോലും പറഞ്ഞെന്താ? ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 1000 രൂപയായിരുന്നു ഓണറേറിയം. ശരിയാണ് സാർ. ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലത്ത് 300 രൂപയായിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 1000 രൂപയാക്കി. അന്ന് 1000 രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം എത്രയാ സാർ? ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം വെറും 3 മണിക്കൂർ മാത്രമാണ്. മാത്രമല്ല ആ 3 മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം, മറ്റു വരുമാനങ്ങൾ നേടാം. എന്നാൽ ഇന്നതാണോ സാർ അവസ്ഥ? 9 തൊട്ട് 5 വരെയാണ് അവരുടെ പ്രവൃത്തി സമയം. അല്ല സാർ, അത് കഴിഞ്ഞും വീട്ടിൽ വന്നതിന് ശേഷവും അവർ ഡേറ്റ എൻട്രി നടത്തണം. ആ ഡേറ്റ എൻട്രി നടത്തുന്നത് മാത്രമല്ല 2018 ശേഷം ഈ ആശാവർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ. അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ. ആ മനുഷ്യർക്കാണ് 10 മാനദണ്ഡങ്ങളിലൂടെ മാത്രം 7000 രൂപ കിട്ടുന്നത്. ഈ ആശാവർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന കൈയടിക്കണം സാർ. ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് 232 രൂപ കൊടുത്താൽ മതിയാകുമോ സാർ? പിന്നെ പറയുന്നത്, ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന്. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ കൊച്ചു വെളുപ്പാൻ കാലത്തും പാതിരാത്രിയിലും പോകാം. പക്ഷേ വോട്ട് കിട്ടി ജയിച്ച ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓഫീസ് സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിക്ക് ആ ഓഫീസ് അധിക നാൾ ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് വീണ ജോർജ് മറുപടി നൽകി. സമരക്കാരുമായി കഴിഞ്ഞ 15-ന് വിശദമായി ചർച്ച നടത്തി. വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചുവെന്ന SUCI നേതാവിന്റെ അതേ കള്ളമാണ് പാലക്കാട് MLA ആവർത്തിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനിടെ വാക്കൌട്ട് പ്രസംഗം നീണ്ടുപോയതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്പീക്കർ AN ഷംസീറും പോരടിച്ചു. പറയാനുള്ളത് പറയുമെന്ന് പ്രതിപക്ഷ നേതാവും സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞു. തുടർന്ന് സഭയിൽ വലിയ വഴക്കായി. സ്പീക്കറുടെ ഡെസ്കിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പറയാനുള്ളത് പറയുമെന്ന് പ്രതിപക്ഷ നേതാവും സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യുമെന്ന് സ്പീക്കറും പറഞ്ഞു. തുടർന്ന് സഭയിൽ വലിയ വഴക്കായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു.